കൃഷ്ണ ഭഗവാനെ, അവിടെ നിൽക്കാന്. കുട്ടിശങ്കരോട് പറഞ്ഞേ അവിടെ നിൽക്കാൻ. എടാ അരവയറെ, അത്രയും വലിയൊരു ആന ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഒരു ക്ഷീണമില്ല. നിനക്ക് ഓട്ടോറിച്ച് സവാരി ചെയ്ത ക്ഷീണം അല്ലേ രായപ്പാ? അഹങ്കാരം. ആനയ്ക്ക് എന്താ നടന്നൂടെ? നല്ലോണം ഉരുട്ടി തള്ളി കൊടുക്കണ്ടല്ലോ അണ്ണാക്കിലേക്ക്. ബാക്കിയുള്ളവർക്ക് അരവയറും. എത്രയായി? മീറ്റർ ചാർജും അതിന്റെ 2 ഇരട്ടി. എന്താ നിന്റെ വണ്ടിക്ക് 3 മീറ്റർ ഉണ്ടാ? കളിക്കാതെ കാശ് എന്നിട്ട് പോണേ. 50 മീറ്ററിൽ 150 രൂപ വേണം. ഉത്സവപ്പറമ്പിൽ ഈശ്വരമംഗലം എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ഓട്ടം കിട്ടിയെന്ന് വിചാരിച്ചതാ. ഈ ആനയുടെ കൂടെ ഇങ്ങനെ അരിച്ചരിച്ച് വരാനായിരുന്നെങ്കിൽ ഞാൻ ഏൽക്കില്ലായിരുന്നു. എങ്കിൽ പിന്നെ ആനക്ക് എഞ്ചിൻ വെക്കാടാ, 4 ടയറും. അപ്പൊ നല്ല സ്പീഡ് ഉണ്ടാവൂല. നടക്കാൻ അങ്ങോട്ട് നടക്കാന്. അമ്മോ, നടന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാട് ഇളകി. ഗോവിന്ദൻ ബാബൻ ഓട്ടോറിക്ഷ ഇറങ്ങുന്ന ഞാൻ കണ്ടല്ലോ. പിന്നെ ഈ പഠിക്കാൻ ഇങ്ങോട്ട് നടന്ന ക്ഷീണ. കറവക്കാരന്റെ പണിയെടുത്താ മതി. ആനയും പശുവും തമ്മില് വലിയ വ്യത്യാസം കേട്ടോ. ആനയും പശുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ കറവക്കാരനായ തൊഴിലാളിയും ആനക്കാരനായ തൊഴിലാളിയും തമ്മിൽ സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൽ ഒരു വ്യത്യാസമില്ലടോ. വർഗബോധമില്ലാത്ത മൂരാച്ചി. ഇക്കണക്കിന് പോയ ഇന്ത്യൻ വിപ്ലവം ഇനിയും താമസിക്കും. മിണ്ടാതിരുന്നോട്ടോ. ആനയെ കൊണ്ടൊക്കെ ചവിട്ടി വെച്ചാലേ നിന്റെ വിപ്ലവായിഷ്ട അപ്പം പുറത്തു വരുമോ? സാത്തി മേരാ സാത്തി, സാത്തി മേരാ ഹാത്തി. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഉമ്മറത്തൊരു പരിങ്ങല്. പുറത്തേക്ക് ആരെയും കണ്ടില്ല. കോലത്തുള്ളവർ വന്ന് കറവക്കാരന്റെ മുഖം കാട്ടുന്നുണ്ടോ? പാലപ്പുറത്ത് കൊടുത്തിട്ട് പോയാ പോരെ? എന്താന്നറിയില്ല. ഞാൻ ഇവിടത്തെ അമ്മയെ സ്വപ്നം കണ്ടു ഇന്നലെ. ആ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി നിന്നതാ. ഓഹോ, തരികട. ഇന്നലെ ദാസൂട്ടി നിന്റെ നിപ്പ് കണ്ടാ അറിയില്ലേ? പറ്റിപ്പറഞ്ഞ് സരസ്വതിയോട് കാശ് കിടപ്പാങ്ങാനാന്ന്. അത് ഞാൻ കൊളാക്കി തരാം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആഗോള സംഘർഷത്തിന്റെ കാരണക്കാർ തന്നെ പോലെ ഇടത്തട്ടുകാരായ പിന്തിരിപ്പന്മാരാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അല്ല ഞാനത്തല്ലേ ഒന്ന് നേരത്തെ കെട്ടിയെടുത്തൂടെ? 10-14 വയസ്സ് തൊട്ടേ ഞാനിവിടെ വരണം പോണുണ്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളട്ടെ. അതാണ് തൊഴിലാളി ഒരിക്കലും ആത്മാഭിമാനം വിട്ടുകൊടുക്കരുത്. നീ പോടാ. എന്താ ദാസുട്ടി? സ്കൂൾ അടച്ചു കഴിഞ്ഞാ കുട്ടികൾക്ക് വീഗാലാൻഡിൽ പോണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. കറവക്കൂലിട്ട് ഒന്നും തികയില്ല. എന്തെങ്കിലും കുറച്ച് കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. വീഗാലാൻഡ് ഒരു ഭാഗത്ത്, വിപ്ലവം ഒരു ഭാഗത്ത്. ഇതിന്റെ രണ്ടിന്റെ ഇടയില് പാവപ്പെട്ടൊരു തൊഴിലാളിയുടെ അവസ്ഥയെ കൃഷ്ണനോട് പറഞ്ഞ് എന്താച്ചാ വാങ്ങിച്ചോളൂ. ശങ്കരൻകുട്ടിയാരെ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയോ? ഉത്സവം കഴിഞ്ഞ് കുട്ടിശങ്കരൻ എത്തിയെന്നറിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി. കുട്ടിശങ്കരൻ മാത്രമല്ല, പാപ്പാൻ ഗോവിന്ദനുണ്ട് കൂട്ടുകാരെ. ഉണ്ടാവണല്ലോ. അതിനല്ലേ പാപ്പാന് ചെല്ലും കൊടുത്ത് നിർത്തിയിരിക്കണത്. ഇനി കുട്ടിശങ്കരനെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനൊന്നും വിടണില്ല. സുഖചികിത്സ ഇങ്ങോട്ട് തുടങ്ങുക തന്നെ. എന്തേ തരശ്ശിവമ്മേ? ആനയുടെ കാര്യത്തിൽ തീരുമാനം കുട്ടിയാരുടെയാ. എന്നാലും കൃഷ്ണനോടൊന്ന് ചോദിച്ചിട്ട് മതി. എവിടെ കൃഷ്ണൻ? അവന്റെ ശത്രു ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധം നടക്കുക തട്ടുംപുറത്ത്. ഈശ്വരൻ സാക്ഷി, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാണേ. ആരെയും തോൽപ്പിക്കാനല്ല. എന്നാ ഞാനൊട്ട് തോറ്റു തരൂ. ഒന്നിലും ഞാൻ, അല്ലേലും നീ. ആരേലും ഒരാൾ മതി ഇവിടെ. അല്ലേലും വേണ്ട, ഞാൻ തന്നെ മതി. നിനക്കൊക്കെ മാനാഭിമാനം ഇല്ലാച്ച എന്താ ചെയ്യാ? എത്ര കാലായി നാട്ടിൽ കൊടുക്കുന്നു. എവിടെ പോയി? 4 കാലും ഒരു വാലും പിന്നെ ആവശ്യമില്ലാത്തൊരു അടുക്കള വിട്ടാ തട്ടുമുറം, തട്ടുമുറ വിട്ടാ അടുക്കള. എന്നെ കൊല്ലാനും തിന്നാനും ഒന്നല്ല, ഇവിടെ വിട്ടു പോണം. അത്രേ ഉള്ളൂ. കൃഷ്ണ, പോയി. കൃഷ്ണ വന്നോ. നേരെ അങ്ങോട്ട് വിളിച്ചാകുമ്പോ തുടങ്ങും ഒരു പെരിച്ചാഴി നീയും. പിടിച്ചു കിട്ടിയെന്നായപ്പോ വിളിച്ചില്ലേ അമ്മ? എന്നേലും എന്റെ കിട്ടും. അതിന് പെരിച്ചാഴിയും കൂടെ വിചാരിക്കണം. വലിയൊരു അധ്വാനം കഴിഞ്ഞ് വന്നതല്ലേ, ദാഹം മാറട്ടെ. വേണമെങ്കിലേ കുറച്ച് തലയെ കൂടെ ഒഴിച്ചോളൂ, തണുക്കട്ടെ ഒന്ന്. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ തമാശ വേണ്ട കേട്ടോ. ഭാവിയിൽ അത് ദോഷം ചെയ്യും. പെണ്ണാണേ. ചിരിക്കാൻ ഞാനിപ്പോ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ കൂട്ടുകാരെ. എപ്പോഴെങ്കിലും നീ തമാശ പറയുമല്ലോ, അപ്പൊ അതിലേക്ക് വരവ് വെക്കാം. ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. ചിരിച്ചു പോയില്ലേ? കുട്ടിശങ്കരൻ എത്തിയോ? അച്ചാറാണ് നിർത്തിയിരുന്ന മാങ്ങയാ, അതൊക്കെ പൊട്ടിച്ചു അല്ലേ? കാശും കണക്കും.
കാശും കണക്കൊക്കെ പിന്നെ നോക്കാം. ആദ്യം കുട്ടിശങ്കരൻ ഒന്ന് കാണട്ടെ. നോട്ടപ്പശക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ അറിയണമല്ലോ. കുട്ടിശങ്കരന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നോട്ടപ്പശക്ക് പറ്റും തോന്നുന്നുണ്ടോ കൃഷ്ണന്? തോന്നൂലോ, മുമ്പ് പറ്റിയിട്ടുണ്ടല്ലോ. കുട്ടിശങ്കര എങ്ങനെയുണ്ട്? ഉത്സവമൊക്കെ കേമായോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആനയ്ക്ക് സുഖചികിത്സ തുടങ്ങാന്ന് പറയായിരുന്നു കുട്ടിയായത്. ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെ പോലെ സുഖചികിത്സ കുട്ടിയാർക്കാവരുത്, ആനയ്ക്ക് തന്നെ ആവണം. കുട്ടിശങ്കര, പാപ്പനാണെന്നുള്ള വിചാരം ഗോവിന്ദനില്ലെങ്കിലും ആനയാണെന്നുള്ള വിചാരം നിനക്കുണ്ടാവണം കേട്ടോ. നീ ആ കാശും കണക്കൊക്കെ എടുത്ത് വന്നോളൂ. കൊല്ലങ്കോട് ഉത്സവത്തിന്റെ ആനവക കണക്ക്. കോലക്കേടുത്സവത്തിന്റെ ആവക കണക്ക് ഒരു 100-150 ഉറുപ്പിക എങ്ങും തൊടാണ്ട് നിക്കണ്ടല്ലോ ഗോവിന്ദ. അത് വഴിച്ചെലവുണ്ടാവും. ചില വേറെ ഉണ്ടല്ലോ. കൊല്ലങ്കോട് നിങ്ങോട്ട് ഒരു വഴിയല്ലേ ഉള്ളൂ. പല വഴിക്കായിട്ട് പലതവണ വന്നിട്ടില്ലല്ലോ. പിന്നെ ഏതാ വഴിച്ചെലവ്? പാഴ്വഴി ചെലവ് അങ്ങനെ തന്നെ. ആ 150 റുപ്യ ഓട്ടോറിക്ഷയുടെ അതായിരിക്കും. ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുടെ ഒരു കണ്ണാടിയില് കുട്ടിശങ്കരനൊറ്റ പിടുത്തം 500 പറഞ്ഞു 150 ഒതുക്കി. അപ്പോ ആ 150 ഗോവിന്ദന്റെ കണക്കില്. ഗോവിന്ദൻ പറ്റിയത് 150. ഗോവിന്ദൻ പറ്റിച്ചത് 150. ഞാൻ പറ്റിച്ചെന്നാ? ഇതെന്താ എത്തന്റെ കൃഷ്ണ? എഴുതി അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട അങ്ങനെയല്ല. ഗോവിന്ദൻ പറ്റിയെന്ന് തന്നെയാ. ആ അക്ഷരത്തെറ്റാണല്ലേ, ഞാൻ പേടിച്ചു പോയി. സഹാരല്ലടാ, ഒരു വഴിക്ക് പോയി വരണതല്ലേ അവര്. ഏതെങ്കിലും ഒരു കണക്കിലങ്ങോട്ട് എഴുതിക്കോളൂ. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ആരെ ബോധിപ്പിക്കാൻ? അത് ശാസ്ത്രം. അതല്ല ശാസ്ത്രം. കൊല്ലാനായാലും പോറ്റാനായാലും ഒരു കണക്കുണ്ടാവണം. വിത്തിന് കണക്കുണ്ടായാലും വിളവിന് കണക്കുണ്ടാവും. അത് ശാസ്ത്രം. അതെന്നെയാ ശാസ്ത്രം. ഇതിനിപ്പോ എന്താ പേര്? ഞാനമ്മേ സാമ്പാറ്. സാമ്പാർ. ആ കണ്ണി കണ്ടതൊക്കെ വെട്ടി നുറുക്കിയിട്ട് സാമ്പാറാവോ? ആവോ? ഒക്കേറ്റിനും വേണം ഒരു കണക്ക്. ഇത്ര ആൾക്ക് ഇത്ര വെള്ളത്തിൽ, ഇത്ര കായികർക്ക് ഇത്ര മസാലക്കൂട്ട്. അത് മനസ്സിലുണ്ടാവണമെങ്കിലേ ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണെന്നുള്ള വിചാരം കൂടെ ആദ്യം മനസ്സിൽ വേണം. മനസ്സിലായോ? ഞാൻ ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കല്ലോ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരുമല്ലോ. എവിടെ കായം? കായോ? ഓ, ഇനിയിപ്പോ അങ്ങനെ ഒരു വസ്തു കേട്ടിട്ടേ ഇല്ല. ഉപ്പ് വെക്കേണ്ട അടുത്ത് ഒലക്ക കൊണ്ടുപോയി. എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു തള്ള. ആരായാലും ശരി, എന്നെ തള്ളേന്ന് വിളിക്കുന്ന എനിക്കിഷ്ടല്ല. വേണ്ട, മോളേന്ന് വിളിക്കാം. എന്താ പോരെ? തുടങ്ങിയോ രണ്ടാളും? സാമ്പാറിലെ ഒരു അല്പം മസാല കൂടി. അപ്പൊ ഞാനും ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു. അപ്പൊ സാമ്പാറിൽ ഒരു അല്പം മസാല അങ്ങോട്ട് കൂടി. അപ്പൊ ഞാനും ഒരു അല്പം. ചെന്നെടുക്ക് കൃഷ്ണ. എനിക്ക് ആ കുന്തം കൈ കൊണ്ട് തൊട്ടാ മതി. അപ്പൊ ചെവിട്ടിലിങ്ങനെ കിരികിരികിരാന്നാവും. ഓ, ഹലോ, ആണല്ലോ, ഈശ്വരമംഗലം തന്നെ. ജാനുമ്മയ്ക്കൊന്ന് കൊടുക്കാനോ? കൊടുക്കാലോ. അടിയോ ഇടിയോ എന്താച്ചാ പറഞ്ഞാ മതി. ഇപ്പൊ കൊടുക്കാം. ഓ, ഫോണോ? കൊടുക്കട്ടോ. തളേ, എന്താ ജാനുമോളെ, ഫോൺ. മോൻ പേർഷ്യന്ന് വിളിക്കണോ? എന്റെ മക്കള് പേർഷ്യലുണ്ട്. എന്നാലും ഇവിടത്തെ ഉപ്പുംപിളിയും തെറ്റിക്കാൻ മുടങ്ങാണ്ട് കെട്ടിയെടുത്തോളം നേരം. ഹലോ, ഞാനാടാ മോനെ. എന്തിനായി പാവത്തിനെ ഭ്രാന്ത് പിടിപ്പിക്കണേ? ആ, എനിക്ക് ഫോണിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൂടാ. നീരാണ് മുട്ടിനെ. കുട്ടികൾ ആരെങ്കിലും വരുമ്പോ ഒരു മൊബൈൽ ഫോൺ ഇങ്ങോട്ട് കൊടുത്തയക്ക്. അതാകുമ്പോ വിളിയും നടക്കും, പണിയും നടക്കും. എന്താ പണി? ആ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്ന പാവം സാമ്പാറിന്റെ കഷ്ണത്തിന് അറിയാം ജാനുമ്മയുടെ പണിത്തിരക്ക്. പെർമാണിത്തരം കുറെ കൂടുന്നുണ്ട്. പുല്ലും വൈക്കോലും ഒന്നും അങ്ങാടിത്തീറ്റ തന്നെ വേണല്ലേ. നിർത്തണുണ്ട് ഞാൻ ഈ കണ്ണിക്കണ്ട പൊടിയൊക്കെ കലക്കി തരല്. നിൽക്കവിടെ. ഒന്നിങ്ങോട്ട് വരിക. ഞാൻ പോട്ടെ. ആ കഥകളി ഒന്ന് കാണാനാ. എന്താ കഥ? നരകാസുരവധോ കീചകവധോ? വരാനല്ലേ പറഞ്ഞത്? ഓ, ഓയൂർ കൊച്ചുഗോവിന്ദൻ പിള്ളയും കലാമണ്ഡലം കൃഷ്ണൻ നായരും അല്ലേ? എന്തിനാ കുട്ടി വെറുതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചതാ. ഓ, എന്തിനാ പൈസ ഇല്ലാതെ വന്നാ ചോദിച്ചത്? പൈസ എന്തിനത്? ആനവാലിന്. ഓ, ആനവാല് കള്ളക്കടത്താണല്ലേ? 10ാം ക്ലാസ് പരീക്ഷ ജയിക്കാൻ ആനവാല് കൊണ്ട് മോതിരം കെട്ടിത്തരാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. 25 റുപ്യ ഉള്ളൂ ഇത്ര. ആ, അതേതായാലും നന്നായി. ഇനി പഠിക്കണ്ടല്ലോ. ആനവാലുള്ളത് കൊണ്ട് 10ാം തരം കുശാലായി. ഇത്രയും നിറച്ച ആനവാലുള്ളത് കൊണ്ടാണല്ലോ ഇക്കണ്ട ആനയൊക്കെ 10ാം തരം പാസ്സായി നിൽക്കുന്നത്. പാപ്പാമാര് വേറെയും. പൊയ്ക്കോണെ എവിടെ നിന്ന്. ഇനി മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത്. ഒരു സാധു ജന്തുവിന് ദൈവം കൊടുത്തൊരു വാല്, അതിലൊരു 4 രോമം. അതുപോലും വെറുതെ വിടില്ലല്ലോ ഗോവിന്ദൻ. ഞാൻ ആനവാളൊന്നും പറത്തി വിട്ടിട്ടില്ല. ഇതിപ്പോ ആരോടാ ചോദിക്കാ? ആനയോട് ചോദിക്കാൻ പറ്റുമോ? വാല് പറയിലായതുകൊണ്ട് അത് അറിയണ്ടാവില്ല പാവം. കോലോത്ത ആനക്ക് മാത്രം വാല് തലയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ ദൈവത്തമ്പുരാനെ. അത് ഇരുന്നിടത്തിരിക്കാൻ സമ്മതിച്ചാ മതിയേ. കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും. എന്തിന് കണക്ക് എഴുതി വെക്കണ ആളല്ലേ? ചെന്ന് ആനയുടെ വാലെടുത്ത് അതിൽ നേരത്തെ പറഞ്ഞ രോമം എത്ര ഉണ്ടെന്ന് എഴുതി വെക്ക്.
പിന്നെ രോമം എഴുതുമ്പോ രേമം നായി പോകരുത്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞതാ. പിന്നെ ദിവസം രാവിലെയും വൈകിട്ടും രാത്രി എണ്ണി തിട്ടപ്പെടുത്താലോ. കൃഷ്ണൻ ഉറക്കവും കിട്ടും, ഗോവിന്ദന് പേര് ദോഷം മാറി കിട്ടും. അത് മാറണമെങ്കിൽ തെക്കോട്ട് എടുക്കണം. കാറ്റ് പോയാൽ അന്നൊരു ദിവസം എല്ലാരും പറയും അയ്യോ ബാവെന്ന്. നല്ലത് പറയും. ഇയാളുടെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല. പ്രാണികളുടെ പ്രാക്കുണ്ടാവുകയെ. ഓ, ഇയാൾ ഈ കോലോത്ത് തന്നെ നിന്ന് പോയത് നന്നായി. വല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ പാപ്പാമാരുടെ സ്ഥിതി എന്തായിരുന്നു? പറഞ്ഞു ചക്കര എന്തേ അഭിപ്രായമൊന്നുമില്ലേ? ആന ആന